മനമേ യഹോവയെ സ്തുതിക്ക എന്ന് പറഞ്ഞ് ആരംഭത്തിന് ശേഷം സങ്കീർത്തനക്കാരൻ 2 പ്രതിജ്ഞകൾ ഇവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രതിജ്ഞ എന്തുവാണ്? ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശ്വാസം പോകുന്ന വരെയും എന്തുവാണ്? ഞാൻ ആരെ സ്തുതിക്കും? യഹോവയെ സ്തുതിക്കും. അത് ഒന്നാമത്തെ പ്രതിജ്ഞ. രണ്ടാമത്തെ പ്രതിജ്ഞ നമുക്ക് വീണ്ടും വായിക്കാം. ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. 2 പ്രതിജ്ഞകൾ കൊണ്ട് ആരംഭിക്കുന്നതായ ഈ സങ്കീർത്തനം താഴോട്ട് വായിച്ചു വരുമ്പോഴേ അതിന്റെ 7ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയാണ്: പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. എത്ര സുന്ദരമായ ഒരു വചനമാണ്. ഉത്തരവാദിത്വമുള്ള ഒരു കർത്താവിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം ആയവന്, ആരുമില്ലാത്തവരെ സഹായിക്കുന്നതായ കർത്താവിന്റെ ആ വലിയ സ്നേഹം നമുക്ക് 7ാം വാക്യം 8ാം വാക്യത്തില് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പറയാണ് പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്നവരെ ഏതു കാലത്തും എവിടെയുമുണ്ട്, ഏത് ലോകത്തുമുണ്ട്. പീഡിപ്പിക്കപ്പെടുന്നവരെ നമ്മുടെ ഭാരതത്തിലുണ്ട്, പീഡിക്കപ്പെടുന്നവരെ ആഫ്രിക്കയിലുണ്ട്, പീഡിക്കപ്പെടുന്നവരെ ഈ ലോകത്തിലെ എവിടെ പോയാലും അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ പറയാണ് പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. നമുക്ക് ന്യായം പാലിച്ചു തരുന്നതായ നമ്മുടെ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒരു മഹത്വം കൊടുത്താടെ ഹല്ലേലൂയ. അത് മാത്രമല്ല, അവൻ വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. ഹല്ലേലൂയ. വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുന്നതായ കർത്താവ്. അത് മാത്രമല്ല, അവിടെ അതിന്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബന്ധിക്കപ്പെട്ടവരെ അഴിച്ചുവിടുന്നതായ കർത്താവ്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ വീണ്ടും വായിച്ചു വരുമ്പോൾ യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. നമുക്ക് ശാരീരിക കുരുടുണ്ടാകാം, ആത്മീയ കുരുടുണ്ടാകാം. എന്നാൽ നമ്മുടെ ആത്മീയ കുരുടുകളെ മാറ്റുന്ന കർത്താവ്, നമ്മുടെ ശാരീരിക കണ്ണുകളെ തുറക്കുന്ന കർത്താവ് ഇവിടെ പറയാണ് യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. അതിനുശേഷം താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യഹോവ എങ്ങനെയുള്ളവരാണ്? യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ചിലപ്പോൾ ഇന്ന് പോൽക്കാലം ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ആളെ ഏതോ ഭാരം കൊണ്ട് കുനിഞ്ഞിരിക്കുന്നതായ അനുഭവത്തില് നീ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ ആ കൂനിനെ മാറ്റുവാനായിട്ട്, കുനിഞ്ഞിരിക്കുന്നതായ ഹല്ലേലൂയ അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ നിവർന്നു നിൽക്കുവാനായിട്ട് ബലവും ശക്തിയും തരുന്നതായ കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇവിടെ പറയാണ് യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ഏതോ ഭാരം കൊണ്ട് നീ കുനിഞ്ഞിരിക്കുന്നുവെന്ന് ഇന്ന് പോൽക്കാലം നീ ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പോൽക്കാലം നിവർന്നു നിൽക്കുവാനായിട്ട് കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭാരം മാറിയെങ്കിലേ നമുക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കൂ. ഇന്ന് പോൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ചില ഭാരങ്ങളെ കർത്താവ് ഇന്ന് പോൽക്കാലം എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. നമ്മള് ഹല്ലേലൂയ ദൈവത്തിന്റെ വനമായിക്കോട്ടെ കൂനിയായ സ്ത്രീയെ നമുക്ക് 18 വർഷം അവൾ കൂനിയായിരുന്നു. എന്നാൽ എന്ത് യഹോവ അവളെ സൗഖ്യമാക്കി. അവിടെ കൂനി ശാരീരിക കൂനല്ലായിരുന്നു, എന്നാൽ അവളെ കൂനിപ്പിക്കുന്നതായ ഒരു ബന്ധനമുണ്ടായിരുന്നു അന്ന്. ഹല്ലേലൂയ. ആ സഭ എന്തുവാണ്? അവിടെ ആ ബന്ധനത്തെ എന്തുവാണ്? അഴിച്ച് ഹല്ലേലൂയ അവിടെ കൂനിനെ മാറ്റുവാനായിട്ട് നമ്മുടെ കർത്താവിന് സാധിച്ചു. ഇന്ന് പോൽക്കാലം ആരെങ്കിലും ഏതെങ്കിലും ഭാരത്താല് കുനിഞ്ഞിരിക്കുന്നുവെങ്കിൽ എനിക്ക് നിവർന്നു നിൽക്കുവാൻ വയ്യ, അത്രമാത്രം വലിയ ഭാരമാണ് എൻ്റെ മേലുള്ളത്, ഞാൻ വലിയ ഭാരം എൻ്റെ ഹൃദയത്തിൽ ചുമക്കുന്നുവെന്ന് ആരെങ്കിലും ഇന്ന് പോൽക്കാലം പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആ കർത്താവ് നമ്മുടെ ആ ഭാരത്തെ ഹല്ലേലൂയ എടുത്ത് മാറ്റും. അതിനുശേഷം വീണ്ടും വായിക്കുകയാണ് യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങൾ ഇത് സ്തോത്രം ചെയ്യാൻ. എത്രമാത്രം നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അവന്റെ സ്നേഹം വലിയ സ്നേഹമാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അത് മാത്രമല്ല താഴ്ത്തു വായിച്ചു കഴിയുമ്പോൾ അവൻ അനാഥനെയും വിധവയെയും എന്തുവാണ് സംരക്ഷണം ചെയ്യുന്നു. ആരാരും ഇല്ലാത്തവ എന്തുവാണ് സംരക്ഷണം ചെയ്തതായ കർത്താവ് അവൻ അനാഥനെയും വിധവമാരുടെയും ദൈവമാണ്. ഹല്ലേലൂയ. അവരെ സംരക്ഷണം ചെയ്യുന്ന ദൈവമാണ്. സംരക്ഷണം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെ ക്ലൈമറ്റ് ഒക്കെ വളരെ പാടാണ്. എന്നാൽ ഇതിന്റെ എല്ലാ മധ്യത്തില് നമ്മളെ സംരക്ഷണം ചെയ്യുന്ന കർത്താവ്, നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിന് കരമുഴത്തിൽ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനുശേഷം താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ ഒടുവില് പറയാണ് യഹോവ എന്നേക്കും ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ ഭരണം, അവന്റെ കർത്തൃത്വം എന്തുവാണ്? ചില ദിവസങ്ങൾക്ക് മാത്രമല്ല, അവന്റെ കർത്തൃത്വം എന്നും നിലനിൽക്കുന്ന കർത്തൃത്വമാണ്. അവന്റെ ഭരണം എന്നുമുള്ളതായ ഭരണമാണ്. യഹോവ എന്നേക്കും വാഴും. ഹല്ലേലൂയ. ആ കർത്തൃത്വം നടത്തുന്ന കർത്താവ്, ആ വാഴുന്ന കർത്താവിന് കരങ്ങളുയർത്തൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
അവൻ നമ്മുടെ കുടുംബങ്ങളിൽ വാഴട്ടെ, അവൻ നമ്മുടെ ജീവിതത്തിൽ വാഴട്ടെ, അവൻ നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കട്ടെ, അവൻ എന്നെ ഇതിനെ ഭരിക്കട്ടെ, അവൻ നമ്മുടെ സഭയെ ഭരിക്കട്ടെ, നമ്മുടെ വിഷയങ്ങൾ അവൻ കർത്തൃത്വം നടത്തട്ടെ. ഹല്ലേലൂയ. അവൻ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ട് അവന് ഹല്ലേലൂയ ഭരണം ഏറ്റെടുക്കട്ടെ. ഇന്ന് വൽക്കാലം അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു.